അവിടെ ചെന്നും ഞങ്ങൾ ഒരാളിനെ കൂടി വിടും. ഞങ്ങൾ 25,000 rupees അവർക്ക് കൊടുക്കും. പിന്നെ ബാക്കിയുള്ളത് അവരുടെ ഇത് ലീഗൽ ഹയേഴ്സിൻ്റെ പേരും കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാത്താണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അയച്ചു കൊടുക്കും. അത് ഇൻഷുറൻസിൻ്റെ പൈസ. പിന്നെ ഇവരുടെ ഇൻഡെമിനിറ്റി, പിന്നെ അവരുടെ ഡ്യൂസ് എന്തെങ്കിലും സാലറി ബാക്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനോടുകൂടെ അതും പോത്തുള്ളൂ. ആ ഇൻഡെമിനിറ്റിയും ഇതും അതെല്ലാം ഒന്നയച്ചിട്ട് അയച്ചു കൊടുക്കും. അതിന് അവരവിടുന്ന് അവരുടെ ലീഗൽ ഹയേഴ്സിൻ്റെ പേരും കാര്യങ്ങളും അവിടുന്ന് സർട്ടിഫൈ ചെയ്ത് അത് അയച്ചു തരണം. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതെ 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 4 വർഷത്തെ ശമ്പളം. മരണമാണെങ്കിൽ 2 വർഷത്തേ ഉള്ളൂ. മരണമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നാച്ചുറൽ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് 2 വർഷമേ ഉള്ളെന്നുള്ളതാണ്. പക്ഷെ ഇത് ആക്സിഡന്റ് ആണ്ട് 4 വർഷം കിട്ടും. 4 വർഷത്തെ സാലറി മക്കൾക്ക് തീർച്ചയായിട്ടും. ഞങ്ങള് ഞാനായി പറഞ്ഞല്ലോ, വി ആർ ഫാമിലി. ഞങ്ങൾക്ക് ഫാമിലി കൺസേൺ ആണുള്ളത്. ഇപ്പം തന്നെ മരിച്ചതിൽ പലരും സഹോദരങ്ങൾ അവിടെ ഉണ്ട്. അവർ വന്നിട്ട് പറയും, എനിക്ക് എൻ്റെ ബ്രദർ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അത് അപ്പം നോക്കിയിട്ട് നമുക്ക് വേഗം തീർച്ചയായിട്ടും കൊടുക്കും. അതിൻ്റെ അകത്തൊന്നും നയാ പൈസ പോലും അവർക്ക് ചിലവില്ലാതെ. അങ്ങനെ ഒരാൾ വന്നതാണ്, ഒരാഴ്ച എങ്ങാണ്ടേ ആയുള്ളൂ. സോ ഹാർട്ട് ടച്ചിങ്. അങ്ങനെ 40 പേർ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞില്ലേ, മലയാളികൾ എത്ര പേരുണ്ട്? എവിടെയാ 40 പേര് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര പേര് മലയാളികളുണ്ടായിരുന്നു? അതിൽ മലയാളി എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ വർക്കേഴ്സാണ്, വേറെ ഉള്ളവരാരും ഇല്ല. ഫിലിപ്പീൻസ് 3 പേര് മരിച്ചിട്ടുണ്ട്. അവർ നമ്മൾ ഈ ഫിലിപ്പീൻസിൻ്റെ എംബസിയും അവരുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് അവരുടെ ഇതെല്ലാം അത് നമ്മളതുപോലെ ചെയ്യും. ഈ 40 പേരും സ്റ്റേബിൾ ആണോ അതോ? ഇപ്പം ആർക്കും കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ജീവനക്കാരെ അവിടുത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തുന്ന അങ്ങനെ ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും അവിടെ എൻക്വയറി ഉണ്ടല്ലോ, എൻക്വയറി. അപ്പം ഞങ്ങളുടെ മാനേജേഴ്സ് സേഫ്റ്റി, മെയിൻലി സേഫ്റ്റിയുടെ ആൾക്കാർ, അഡ്മിനിസ്ട്രേഷൻ്റെ ആൾക്കാർ, അവരെയൊക്കെ വിളിച്ച് വരുത്തി അവരോടെല്ലാം കാര്യങ്ങൾ ചോദിച്ച് അവരെ പറഞ്ഞു വിട്ടു. അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പറഞ്ഞു വിട്ടു. സെക്യൂരിറ്റി ജീവനക്കാരനെയും വേറൊരു വിദേശിയെ ഒരാളെയും അറസ്റ്റ് ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ല. അത് ഈ സെക്യൂരിറ്റി അവിടെ അവനുണ്ടായിരുന്നല്ലോ, ആ റൂമിൽ സെക്യൂരിറ്റിക്കാരൻ, അവനെ എടുത്തെന്നുള്ള അറിയാം. മറ്റുള്ളത് വിദേശിയല്ല, അവിടുത്തുകാരനായിരുന്നു. അവൻ്റെ ബ്രദർ, ഞങ്ങളുടെ ബദ്ദായുടെ ബ്രദർ. അവര് എന്നിട്ട് എല്ലാം ഇത് കഴിഞ്ഞിട്ട് അടുത്ത് അന്ന് തന്നെ പിറ്റേ ദിവസം തിരിച്ചു വിട്ടു. അതായത് പ്രൊസീജിയറാണല്ലോ. ഈ അക്കോമഡേഷൻ യൂണിറ്റിന് എസ്കേപ്പ് റൂട്ട്, ഈ സെക്കൻഡ് ഒരു എസ്കേപ്പ് റൂട്ട് ഈ അപ്പാർട്ട്മെന്റ്സിലുള്ള പോലെ ഇമർജൻസി എസ്കേപ്പ് റൂട്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ ബിൽഡിങ് നമ്മൾ ഈ ബിൽഡിങ് ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവ്ഡ് ഡ്രോയിങ് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനൊക്കത്തില്ല. ഇനിയിപ്പം ഫ്യൂച്ചറിൽ അവർ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കാം. അത് നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷെ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അങ്ങനെ ഒന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എസ്കേപ്പും സ്റ്റെയറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിന് 2 സ്റ്റെയർ ഉണ്ട് ഈ ബിൽഡിങ്ങിന്. അല്ല, 1 സ്റ്റെയർ അല്ല, 2 സ്റ്റെയർ ഉണ്ട്. ഇത് എസ്കേപ്പ്, അത് 2 സ്റ്റെയർ ഉണ്ട്. അതുണ്ട്. അത്